അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഒന്നടങ്കം തകിടം മറിച്ച, കേട്ടവർ നെഞ്ചുപൊട്ടിപ്പോയ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നെടുമങ്ങാട് നിന്ന് പുറത്തു വന്ന ആ വാർത്ത കേവലം ഒരു മരണ വാർത്തയല്ല. അത് മനുഷ്യത്വം മരവിച്ച, മൃഗങ്ങളെക്കാൾ ക്രൂരമായി പെരുമാറിയ ചില മനുഷ്യരൂപങ്ങൾ ചേർന്ന് എഴുതി തീർത്ത ഒരു 1.5 വയസ്സുകാരൻ പൈതലിൻ്റെ കൊലപാതകത്തിൻ്റെ കഥയാണത്. അക്ഷജിത്ത് എന്ന 1.5 വയസ്സുകാരൻ പിഞ്ചു പൈതൽ, സ്വന്തമായി വിശക്കുന്നു എന്ന് പോലും പറയാൻ കഴിയാത്ത, ലോകത്തിൻ്റെ ചതിക്കുഴികളെക്കുറിച്ച് ഒന്നുമറിയാത്ത ഒരു നിഷ്കളങ്ക ജീവൻ. ചോറ് കൊടുക്കുമ്പോൾ കുഞ്ഞു ബോധം കെട്ട് വീണ് മരിച്ചു എന്നാണ് ആ കുഞ്ഞിൻ്റെ അമ്മയും അവരുടെ പങ്കാളിയും ചേർന്ന് ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിൻ്റെ അന്വേഷണങ്ങളും പുറത്തു കൊണ്ടുവന്നത് ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ക്രൂരതയുടെ ആഴങ്ങളാണ്. അതെ, അത് കൊലപാതകമായിരുന്നു. ആരാണതിന് പിന്നിൽ? കുഞ്ഞിന് കാവലാകേണ്ട അമ്മ അഖില, അവരുടെ പങ്കാളിയായിരുന്ന കുഞ്ഞിൻ്റെ രണ്ടാനച്ഛനായ അഷ്കർ. ആ കുഞ്ഞിനോട് ഇവർ കാട്ടിയത് ഒരു മൃഗത്തിനു പോലും ചെയ്യാൻ തോന്നാത്ത അത്രയും വലിയ ക്രൂരതകളാണ്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായിരുന്നു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ക്രൂരമായ മർദ്ദനമേറ്റാണ് ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്. ഇതിലും ക്രൂരമായ മറ്റൊരു കാര്യമുണ്ട്. കേവലം 1.5 മാസം മുൻപ് ആ കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിഞ്ഞിരുന്നു എന്ന വാർത്ത. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കൈകൾ ഒടിച്ചു കളയുമ്പോൾ, അവനെ ക്രൂരമായി തല്ലിച്ചതക്കുമ്പോൾ ഈ അഷ്കർ എന്ന വ്യക്തിയുടെ ഉള്ളിലെ മനുഷ്യത്വം എവിടെയായിരുന്നു? അയാൾ ഒരു മനുഷ്യനായിരുന്നില്ല, മറിച്ച് ക്രൂരനായ ദുഷ്ടനായൊരു മൃഗമായിരുന്നു. തൻ്റെ മുന്നിൽ കിടന്ന് കരഞ്ഞ ആ പൈതലിൻ്റെ കണ്ണുനീരോ നിലവിളിയോ ആ മൃഗത്തിൻ്റെ ഉള്ളിലെ ക്രൂരതയെ ഒരംശം പോലും പിടിച്ചുലച്ചില്ല. മാനുഷിക മൂല്യങ്ങൾക്കൊട്ടും വില നൽകാത്ത, ദയയുടെ ഒരു കണിക പോലുമില്ലാത്ത ഒരു രാക്ഷസീയ മനസ്സിൻ്റെ ഉടമയാണ് താനെന്ന് അഷ്കർ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അമ്മ എന്ന വാക്കിൻ്റെ പവിത്രത എവിടെയാണ്? ഈ ക്രൂരതകൾക്കെല്ലാം കൂട്ടുനിന്നത് ആരാണ്? പെറ്റമ്മ. തൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ മറ്റൊരാൾ ക്രൂരമായി ഉപദ്രവിക്കുമ്പോൾ, അവൻ്റെ കൈകൾ തല്ലിയൊടിക്കുമ്പോൾ, അവനെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഒരു വാക്കുകൊണ്ടുപോലും പ്രതികരിക്കാതെ ആ ക്രൂരതയ്ക്ക് കുടപിടിച്ചു കൊടുത്ത ആ അമ്മയെ എങ്ങനെ അമ്മ എന്ന് വിളിക്കാൻ സാധിക്കും? സ്വന്തം കുഞ്ഞിനേക്കാൾ വലുത് തൻ്റെ പങ്കാളിയാണെന്ന് കരുതിയ, കുഞ്ഞിൻ്റെ കൊലപാതകം മറച്ചുവെക്കാൻ കഥകൾ മെനഞ്ഞുണ്ടാക്കിയ ആ സ്ത്രീയെ അമ്മ എന്ന പദത്തിന് ഒരു അഭിമാനമാണ്. തൻ്റെ ആദ്യ ഭർത്താവ് അഖിൽ മരണപ്പെടുമ്പോൾ അഖില 3 മാസം ഗർഭിണിയായിരുന്നു. ആ ഗർഭപാത്രത്തിൽ കിടന്നു വളർന്ന, പിന്നീട് ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ കുഞ്ഞിനോടാണ് അവർ ഈ വഞ്ചനയും ക്രൂരതയും കാട്ടിയത് എന്ന് നാം ഓർക്കണം. കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവനെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ചോരക്കറ പുരണ്ട സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന, ഒരു സമൂഹമെന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട വലിയൊരു പാഠമുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഭാഗ്യമാണ്. കുട്ടികൾക്കെതിരെ സ്വന്തം വീടുകളിൽ നടക്കുന്ന അതിക്രമങ്ങൾ പലപ്പോഴും പുറം ലോകം അറിയുന്നത് വളരെ വൈകിയാണ്. നമ്മുടെ അയൽപക്കത്തോ ചുറ്റുവട്ടത്തോ ഏതെങ്കിലും കുട്ടികളുടെ ശരീരത്തിൽ അസ്വാഭാവികമായ പരിക്കുകളോ അവരുടെ പെരുമാറ്റത്തിൽ ഭയമോ കണ്ടാൽ അത് ചോദ്യം ചെയ്യാനും നിയമത്തിനു മുന്നിൽ എത്തിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. ആ കുട്ടിയുടെ ബന്ധുക്കൾ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. സ്വന്തം സുഖങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി സ്വന്തം ചോരയെപ്പോലും ബലി കൊടുക്കാൻ മടിക്കാത്ത ഒരു വികലമായ മാനസികാവസ്ഥ സമൂഹത്തിൽ വളരുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണിത്. ബന്ധങ്ങളെക്കാൾ പ്രധാനം മനുഷ്യത്വവും സ്വന്തം കുട്ടികളുടെ സുരക്ഷിതത്വവുമാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഇങ്ങനെയുള്ള മൃഗങ്ങൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല. ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായ ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നിയമം ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ ഇനിയും ഒരു അക്ഷജിത്തുമാർ ഇവിടെ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരയുമ്പോൾ പോലും അമ്മയെന്ന് വിളിച്ച് നെഞ്ചോട് ചേർക്കേണ്ട പ്രായത്തിലാണ് ആ കുഞ്ഞ് മൃഗീയമായി കൊല്ലപ്പെട്ടത്.
ആ പൈതലിൻ്റെ ആത്മാവിനോട് നമുക്ക് മാപ്പ് ചോദിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല. ഇനിയൊരു കുഞ്ഞിനും ഈ ഗതി വരാതിരിക്കാൻ നമുക്ക് കണ്ണും കാതും തുറന്നു പിടിച്ച് സമൂഹത്തിന് കാവലിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.